ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണുവാൻ സാധിക്കുകയില്ല. ഇന്ന് തൊഴിലാളി മധ്യസ്ഥനായ മാർ യൗസേപ്പ് പിതാവിന്റെ തിരുനാളാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. യൗസേപ്പ് പിതാവിനെ പോലെ കുടുംബത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി പൂർണ്ണ വിശ്വസ്തയോടുകൂടി നിർവഹിക്കാനായിട്ട് സാധിക്കണം. യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത അതല്ലേ, തന്നെ ഏൽപ്പിച്ചിരുന്ന കുടുംബത്തിന് വേണ്ടി, തിരുക്കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനായിട്ട്, ആ കുടുംബത്തെ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് യോസേപ്പ് പിതാവ് തയ്യാറായി. ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് നീതിമാൻ എന്നുള്ള വിശേഷണത്തിന് അദ്ദേഹം ഉയർത്തപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെയും ജീവിതത്തില് യോസേപ്പ് പിതാവിനെ പോലെ നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളില് വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി അത് പൂർത്തിയാക്കി ദൈവത്തിനു മുൻപില് നീതിമാന്മാരായിട്ട് ജീവിക്കുവാനായിട്ട് തയ്യാറാവാം. ഇന്നത്തെ വാചനത്തില് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്കൊരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കത്തില്ല. ഒരു വീണ്ടും ജനനം ഉണ്ടാവാം. എങ്ങനെയാ ഞാൻ ജനിക്കേണ്ടത്? സ്നേഹമുള്ളവരെ, പാപത്തിൽ ജീവിക്കേണ്ടവരല്ല നമ്മള്. പാപത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം നേടി വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തില് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കത്തുള്ളൂ. ഇതാണ് ഒരു വീണ്ടും ജനനം എന്ന് പറയുന്നത്. നമ്മളറിയാം, നമ്മളൊക്കെ മനുഷ്യരാണ്. അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒത്തിരിയേറെ കുറവുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ചില അടക്കദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ചില പാപങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ ഈ പാപാവസ്ഥയിൽ ജീവിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ. ഈ പാപത്തിൽ നിന്ന് കരയേറുവാനായിട്ട്, വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഒരു ജനനം ഉണ്ടാവണം. പാപത്തിൽ നിന്ന് മോചനം നേടി ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജനിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ, ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇന്നും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ നല്ല ഒരു കുമ്പസാരം നടത്തുവാനായിട്ട്, വന്നുപോയ പാപങ്ങള് ദൈവസന്നിധിയിൽ പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ഏറ്റുപറഞ്ഞ് ശുദ്ധമായ ഹൃദയത്തോടുകൂടി ദൈവത്തിന്റെ മകനും മകളുമായിട്ട് ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.